ശ്രീല, ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് അടുത്ത ദിവസങ്ങളിലായി BJP-യിലേക്ക് CPM-ൽ നിന്നും രണ്ട് പ്രമുഖർ എന്ന് തന്നെ പറയാം. CPM അതിനെ കേക്ക് മുറിച്ചും പോയത് ഉപകാരം എന്ന രീതിയിൽ പ്രതികരണങ്ങൾ നടത്തിയെങ്കിലും CPM-ന്റെ പ്രമുഖർ എന്ന് തന്നെ പറയാവുന്ന രണ്ട് നേതാക്കളാണ് BJP-യിലേക്ക് വന്നിട്ടുള്ളത്. ഇത് CPM-ന് ചിലപ്പോൾ ക്ഷീണം വരുത്താൻ സാധ്യതയില്ല എന്നാണ് സഖാക്കന്മാർ പറയുന്നത്. എന്നാൽ BJP-ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയോജനം ഉണ്ടാകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇത് തീർച്ചയായും CPM-ന് ഉപദ്രവമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ വിട്ടുപോകുന്നവർ ശക്തരാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. BJP-യിൽ നിന്ന് സന്ദീപ് വാര്യർ വിട്ടുപോയപ്പോൾ BJP അത് എഫക്ട് ചെയ്യില്ല എന്ന് പറയാനുള്ള കാരണം തന്നെ സന്ദീപ് വാര്യർ എന്ന് പറയുന്നത് ഒരു താഴെ തലത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള അല്ല ജനങ്ങളുമായി വലിയ ബന്ധത്തിലുള്ള ഒരു നേതാവായിരുന്നില്ല. സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വന്ന് സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിച്ചിരുന്ന ഒരു യുവാവ് മാത്രമായിരുന്നു. അതുകൊണ്ടാണ് കേരളത്തിലെ ബേസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിലെ ഓരോ പാർട്ടി പ്രവർത്തകന്റെയും ഏറ്റവും താഴെത്തട്ടിലുള്ള അണികളുടെ ഇടയിൽ ഒന്നും സ്വാധീനം ഉണ്ടാക്കാൻ കഴിയാതിരുന്ന ഒരു നേതാവ് കൂടിയെന്ന് പറയാം. എന്നാൽ അണികൾക്ക് അറിയുകയും ചെയ്യാം. പലപ്പോഴും അണികൾ ഇയാൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയും അണികൾ ഇവർക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുപോലല്ല ഒരു വോട്ട് ക്യാൻവാസ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ ജനങ്ങളെ ഒരുമിപ്പിക്കാനും ഒക്കെ കഴിയുന്ന നേതാക്കന്മാർ എന്ന് പറയുന്നത് ആ സ്ഥലത്ത് പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കും. നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബിപിൻ സി ബാബുവിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ മുല്ലശ്ശേരി മധുവിന്റെ കാര്യത്തിലാണെങ്കിലും ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവരൊക്കെ മുല്ലശ്ശേരി മധു ഏതാണ് 42 വർഷത്തിലേറെയായി CPM-ന്റെ സഹയാത്രികനായി പ്രവർത്തിച്ച് ഏരിയ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച് ഏരിയ സെക്രട്ടറി ആകുന്ന ഘട്ടമെത്തിയ സമയത്താണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജോയി അടക്കമുള്ളവരുടെ ചില നടപടികളെ വിമർശിക്കുകയും ആ കമ്മിറ്റിയിൽ നിന്ന് ആ നടപടികളെ വിമർശിച്ചുകൊണ്ട് കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങി പുറത്തു വന്ന് വിവരങ്ങൾ പറഞ്ഞുകൊണ്ട് അതായത് നിലപാടുകളെ വിമർശിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത്. ബിപിൻ സി ബാബുവിന്റെ കാര്യത്തിലാണെങ്കിലും CPM-ന്റെ നിലപാടുകളെ സംബന്ധിച്ച് തന്നെയാണ് ബിപിൻ സി ബാബുവും പറഞ്ഞിട്ടുള്ളത്. അവിടുത്തെ ഒരു വിഭാഗത്തിന്റെ പിടിയിലേക്ക് CPM ആയി പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചില പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുള്ളത്. അത് മാത്രമല്ല സ്ത്രീ പീഡകർ അടക്കമുള്ളവർ CPM-ലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. കഴിഞ്ഞ കരുനാഗപ്പള്ളിയിലെ പ്രശ്നം നമ്മൾ കണ്ടതാണ്. അവിടെ ഒരു സ്ത്രീ പീഡകനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സ്ത്രീ പീഡകർ പലരും വീണ്ടും പാർട്ടി സ്ഥാനത്തേക്ക് അവരോധിതമാവുകയാണ്. അവിടെയാണ് അത്തരത്തിലുള്ള പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ പ്രത്യയശാസ്ത്രപരമായ പ്രതിസന്ധിക്കൊപ്പം തന്നെ അവരുടെ നിലപാടുകളിൽ ഉണ്ടായ മാറ്റവും ഒക്കെ ഈ പലരുടെയും മാറ്റങ്ങളിൽ പ്രതിഫലിക്കുന്നുണ്ട്. അതാണ് അവിടെ പ്രധാനപ്പെട്ട കാര്യം. നേരെ മറിച്ച് നോക്കൂ, സന്ദീപ് വാര്യർ പോകുമ്പോൾ സന്ദീപ് വാര്യർ ആദ്യഘട്ടത്തിൽ സന്ദീപ് വാര്യർ ഒരു വ്യക്തിയോടുള്ള വിരോധം കൊണ്ടോ അല്ലെങ്കിൽ ഒരു കസേരയ്ക്ക് വേണ്ടിയോ താൻ പുറത്തു പോകുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ പിന്നീട് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി മറ്റൊരു പാർട്ടിയെ സ്വീകരിക്കേണ്ടി വന്നപ്പോഴാണ് പ്രത്യയശാസ്ത്രത്തെ തള്ളിപ്പറയേണ്ടി വന്നത്. അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രത്തെ അത്രയും കാലം തീവ്രമായി താൻ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും പാർട്ടിയുടേതാണെന്ന് പറയുകയും മറ്റ് പാർട്ടിയിലേക്ക് ചേക്കേറുകയും ചെയ്തിട്ടുള്ളത്. അപ്പോഴും മറ്റൊരു സംശയമുണ്ട്, അത്രയും തീവ്രമായി കേരളത്തിലെ BJP നേതാക്കന്മാർ ആരും പറഞ്ഞിരുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കയ്യടി നേടാനും അത്തരത്തിൽ വലിയ തരംഗം സൃഷ്ടിക്കാനും വേണ്ടി ബോധപൂർവമായി അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുകയായിരുന്നു സന്ദീപ് എന്ന സംശയം കൂടി ബാക്കിയാവുകയാണ്. അങ്ങനെ നോക്കിയാൽ ഇപ്പോൾ സന്ദീപ് ചെയ്യുന്നതും അത് തന്നെയാണ്. ഇപ്പോൾ സന്ദീപും സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കാൻ വേണ്ടി BJP-യെ കടന്നാക്രമിക്കുകയാണ്. കാരണം അപ്പോ BJP-യെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയല്ലാതെ കോൺഗ്രസിന്റെ ഒരു പ്രത്യേക കാര്യം പറയാനോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗം പറയാനോ സന്ദീപിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. സന്ദീപ് ചെയ്യേണ്ടത് എന്താണ്? സന്ദീപിന്റെ പാർട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞാൽ അത് കയ്യടി കിട്ടാത്ത കാര്യമാണെന്നും BJP-യെ ആക്രമിച്ചാൽ കയ്യടി കിട്ടുമെന്നും സന്ദീപിന് അറിയാവുന്നത് കൊണ്ടാണ് സന്ദീപ് നിരന്തരമായി BJP-യെ ആക്രമിക്കാൻ തയ്യാറാകുന്നത്. ഇവിടെ ഇപ്പൊ നമ്മൾ നോക്കുന്നത് ഞാൻ പറഞ്ഞില്ല, ജനസ്വാധീനമുള്ള സമൂഹത്തിന്റെ ഏറ്റവും താഴെ തലത്തിൽ മുതൽ പ്രവർത്തിച്ചു വരുന്ന നേതാക്കന്മാരാണ് ബിപിൻ സി ബാബു ആണെങ്കിലും മുല്ലശ്ശേരി മധു ആണെങ്കിലും. ബിപിൻ സി ബാബു എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും 32 വയസ്സിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ജയിച്ച ആളാണ്. അത് വെച്ച് നോക്കുമ്പോൾ സന്ദീപ് വാര്യർ ഇന്ന് വരെ ഒരു മുനിസിപ്പാലിറ്റിയിൽ പോലും നിന്ന് ജയിക്കാൻ കഴിവില്ലാത്ത ഒരാളാണ്. അദ്ദേഹം ഒരു മുനിസിപ്പാലിറ്റിയിൽ നിന്നാൽ പോലും ജയിക്കുമോ നമുക്ക് ഉറപ്പില്ലാത്ത ആളാണ്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ജനകീയ അടിത്തറയുള്ള നേതാക്കളാണ് CPM വിട്ട് BJP-യിലേക്ക് വരുന്നത്. അത് ഉപയോഗപ്പെടുത്തിയാൽ BJP-ക്ക് വലിയ ഗുണമുണ്ടാക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. നോക്കൂ, ഇവിടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം IPS ഓഫീസർമാരടക്കമുള്ളവർ IAS ഓഫീസർമാരടക്കമുള്ളവർ എത്ര പേരാണ് ഈ പാർട്ടിയെ വിശ്വസിച്ച് പാർട്ടിയിലേക്ക് വന്നിട്ടുള്ളത്? അപ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ കേരളത്തിലെ സാധാരണക്കാരായ ആൾക്കാർക്ക് കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് നേതാക്കന്മാർക്ക് പോലും പണ്ട് BJP-യോട് ഉണ്ടായിരുന്ന ആ ഒരു അയിത്തം മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പണ്ടൊക്കെ BJP-യെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ ഒരു അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുന്ന രീതിയിലായിരുന്നു നിലപാടുകൾ. ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഒക്കെ ഈ പാർട്ടിയിലേക്ക് വരാൻ തുടങ്ങിയ ആ സമയം മുതൽ തന്നെ അവരെ മോശക്കാരാക്കി ചിത്രീകരിക്കുകയും അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കാനുള്ള പ്രവണത നടത്തുകയും ഒക്കെ ചെയ്യുന്ന നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും കാലം ഇവർ നടത്തിയിട്ടുള്ള പ്രചരണ വേലകളെല്ലാം പൊളിഞ്ഞടുങ്ങുന്നു. കേരളത്തിലെ BJP-യിലേക്ക് ദിവസത്തിന് ദിവസം ആളുകൾ ആകൃഷ്ടരായി വന്നുകൊണ്ടിരിക്കുന്നു
നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയവും കേരളത്തിലെ BJPക്ക് ജനകീയ അടിത്തറ കൂടുതൽ ശക്തമാകുന്നു എന്നുള്ളതാണ്. അത് ഈ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കാണുന്നതാണ്. എന്തൊക്കെ പറഞ്ഞ് പാലക്കാട് വോട്ട് കുറഞ്ഞു എന്ന തരത്തിൽ പ്രചരണം നടത്തിയാൽ പോലും കേരളത്തിൽ ജനകീയ അടിത്തറ ശക്തമാകുന്നു. ആ വോട്ടുകൾ BJPക്ക് കൂടുതൽ വോട്ടുകൾ ഓരോ തെരഞ്ഞെടുപ്പിലും നില മെച്ചപ്പെടുത്താൻ കഴിയുന്നു. ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോലും 20% വോട്ട് പെർസെന്റേജ് എത്തുന്നു. 10 മണ്ഡലങ്ങളിൽ ജയിക്കാൻ ആവശ്യമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ആവശ്യമായ നിലയിലേക്ക് BJP എത്തുന്നു. അത്തരത്തിലേക്ക് മാറുന്നു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് BJP ആണ്. അതായത് മാറി നിൽക്കുന്നവരും പാർട്ടിയിൽ വന്നിട്ടുള്ളവരും അത്തരത്തിലുള്ള പാർട്ടിയിൽ വരാനിരിക്കുന്നവരുമായ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് താഴെ തട്ടിൽ പ്രവർത്തിച്ചു തുടങ്ങേണ്ട ആവശ്യം BJPക്കുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ആ പ്രവർത്തനങ്ങളിൽ മികവ് കാട്ടുന്നവർക്ക് മാത്രമേ മുകളിലേക്ക് സ്ഥാനക്കയറ്റം കൊടുക്കുകയുള്ളൂ എന്ന രീതിയിലേക്ക് വന്നാൽ കേരളത്തിലെ എല്ലാ BJP പ്രവർത്തകരും പ്രവർത്തിച്ചു തുടങ്ങും. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്, നേരത്തെ ഈ പാർട്ടിയിൽ ആൾക്കാർ കുറവായിരുന്നുകൊണ്ട് ആരെങ്കിലും ഒരാൾ വരുമ്പോൾ പെട്ടെന്ന് സംസ്ഥാന നേതൃത്വത്തിലേക്കും ജില്ലാ നേതൃത്വത്തിലേക്കും ഒക്കെ എത്തുകയാണ്. നമുക്കറിയാം 2018 ഈ പാർട്ടിയിലേക്ക് വന്ന സന്ദീപ് വാര്യർ പോലും യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ആവുകയും സാധാരണഗതിയിൽ യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി പദത്തിൽ ഇരിക്കുന്ന ഒരാളെ പെട്ടെന്ന് പാർട്ടിയുടെ സംസ്ഥാന വക്താവാക്കില്ല. പക്ഷെ എങ്കിലും അയാളുടെ പെർഫോമൻസ് പരിഗണിച്ചുകൊണ്ട് അയാളെ പാർട്ടിയുടെ വക്താവ് പോലും ആക്കി. നേരെ പറഞ്ഞ CPM ഒന്നും ആണെങ്കിൽ അങ്ങനെ ഒരു വളർച്ചയ്ക്കുള്ള സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇപ്പോ BJP വിട്ട് കോൺഗ്രസിലേക്ക് പോയിട്ടുള്ള സന്ദീപ് വാര്യരുടെ ഇനിയുള്ള വളർച്ച നമുക്ക് കാണാം. സന്ദീപ് വാര്യരുടെ ഇപ്പൊ ഈ ഹണിമൂൺ പീരീഡ് ആയതുകൊണ്ട് ഈ സമയത്ത് സന്ദീപ് വാര്യരെ എല്ലാവരും തലയിലേറ്റ് നടക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സന്ദീപ് വാര്യർക്ക് വളരെ നന്നായി PR ചെയ്യാൻ അറിയുന്ന ആളായതുകൊണ്ട് സന്ദീപ് PR ഒക്കെ ചെയ്ത് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴും PR അങ്ങ് കൂടി കഴിയുമ്പോഴാണ് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, കോൺഗ്രസ്സുകാർക്ക് വിനയാകുമെന്ന് തോന്നിയാൽ അവരാരെയും ചവിട്ടി ഒതുക്കും. അതിലൊന്നും പ്രത്യേകിച്ച് നീതി നിയമവും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു സംഘടനാ സംവിധാനവും ഒന്നുമില്ല. ആർക്കും എന്തും ചെയ്യാവുന്ന സംഘടന ആയതുകൊണ്ടാണ് അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. നേരെ മറിച്ച് ഇവിടെ ഒരു നിയതമായ രൂപമുള്ളത് കൊണ്ട് തന്നെ കിട്ടുന്ന പണിക്ക് കുറവേ ഉണ്ടാവുമായിരുന്നുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കേരളത്തിലെ BJPയിലേക്ക് കൂടുതൽ CPM നേതാക്കൾ വന്നാൽ BJPക്ക് ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അവരെ പെട്ടെന്ന് പഠിപ്പിക്കേണ്ടതില്ല. കാരണം CPM ഒരു കേഡർ സംവിധാനത്തിലുള്ള പാർട്ടിയാണ്. ചില വ്യത്യാസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടാണ് അവർ വരുന്നത്. സ്ഥാനമോഹത്തിലുപരി അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടാണെന്ന് നമുക്ക് വ്യക്തമാവുകയാണ്. ഇവരാരും സ്ഥാനം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല, അവരവരുടെ പാർട്ടിയുടെ പോക്ക് കണ്ടുകൊണ്ട് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അവർ പൊതുപ്രവർത്തനത്തിലേക്ക് തന്നെ വരുന്നു എന്നുള്ളത് മാത്രമാണ്. അവിടെ തീർച്ചയായും ഇത്തരത്തിലുള്ള ആളുകളെ നന്നായി ഉപയോഗിച്ചാൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ വലിയ രീതിയിലുള്ള മാറ്റത്തിന് സാധ്യത ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവരെ ഇനി ഉപയോഗിക്കേണ്ട രീതി, അവരെ സജീവമാക്കുന്നത്. നോക്കൂ, കേരളത്തിലെ മുസ്ലിം സമൂഹം മാത്രമാണ് അല്പമെങ്കിലും BJPയോട് ഇപ്പോൾ ഐത്തം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി ക്രിസ്ത്യൻ സമൂഹത്തിന് അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളുമില്ല. ക്രിസ്ത്യൻ സമൂഹത്തിന് മനസ്സിലായി തുടങ്ങി, കേന്ദ്രത്തിൽ BJPയുടെ ഭരണം വന്നതുകൊണ്ടുണ്ടായ ഗുണങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം എടുക്കുന്ന നിലപാടുകൾ, അത് UPA സർക്കാരിന്റെ കാലത്ത് എന്തായിരുന്നു സംഭവിച്ചത് എന്ന് വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു. അതോടുകൂടി തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് BJPക്ക് വലിയ സാധ്യതകൾ കേരളത്തിലുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് BJPയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ട്. കേന്ദ്രത്തിലെ നരേന്ദ്രമോദിയുടെ അടക്കമുള്ള ഭരണം അതിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് പാർട്ടിയോടുള്ള ഐത്തം മാറിയിരിക്കുന്നു. ഇത്രയും കാലം പറഞ്ഞുണ്ടാക്കിയിരുന്ന BJPയിൽ വലിയ കുഴപ്പമാണെന്ന് പറഞ്ഞുണ്ടാക്കിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് ജനങ്ങൾക്ക് ബോധ്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ BJPയെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നു എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. ഈ വരുന്ന പ്രവർത്തകരെയും അതുപോലെ തന്നെ നിലവിൽ BJPയിലുള്ള പ്രവർത്തകരെയും കൂട്ടിയിണക്കിക്കൊണ്ട് വളരെ ഫലപ്രദമായി ഈ ഇലക്ഷൻ സംവിധാനത്തെ അല്ലെങ്കിൽ ഒരു സംവിധാനത്തെ ചലിപ്പിക്കാൻ കഴിഞ്ഞാൽ തൃശ്ശൂർ പോലെ അത്ഭുതകരമായ മാറ്റങ്ങൾ കേരളത്തിൽ പല മണ്ഡലങ്ങളിലും ഉണ്ടാക്കാൻ കഴിയും. അത്തരത്തിലുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകേണ്ടത്. അതിന് ആരെ ചേർക്കാൻ കഴിഞ്ഞാൽ, ഈ പാർട്ടിയിലേക്ക് ആര് വരാൻ തയ്യാറായാലും അവരെ ഉൾക്കൊള്ളുകയും ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സജ്ജമായ ഒരു നല്ല യുവത്വമുള്ള നല്ല പ്രവർത്തകരെ സൃഷ്ടിക്കുകയും ചെയ്താൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് BJP എത്തും. BJP ഭരണത്തിലേക്ക് വരുന്ന കാലം പോലും അങ്ങനെയാണെങ്കിൽ അത് അപൂർവമല്ല. അത് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം തന്നെയാണ്. അത് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യവുമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.